ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് കുടുംബത്തിലൊരു കല്യാണമുണ്ട്, അങ്ങോട്ടാണ് എല്ലാവരും പോണത്. അപ്പോൾ ഇതാ എല്ലാവരും വാതിലൊക്കെ പൂട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടോ. അങ്ങനെ സെലി മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും സച്ചറിച്ചുമാണ് പിന്നെ പോണത്. പിന്നെ മുത്തുമോന് കല്യാണത്തിനില്ല കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ പോകുമ്പോൾ വണ്ടിയിൽ കയറിയപ്പോൾ റിച്ചുമോൻ ഇങ്ങനെ കളിയൊക്കെ കേട്ടോ. ഒരുപാട് പൊട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്നിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളൊരു 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പോണ വഴിയിൽ മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റായിട്ട്, പിന്നെ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ടോ പറയും. കാരണം എനിക്ക് എങ്ങനെയായാലും വർത്തമാനം പറഞ്ഞാൽ ആ ലാസ്റ്റ് ടോ അങ്ങനെ വരികയാണ് കേട്ടോ. അത് എത്ര മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചാലും അത് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വന്നു കേട്ടോ. എൻ്റെ കെട്ടിയവനും പറയും ഇതെന്താണ് ടോ പറയുന്നത് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ അതെങ്ങനെയായാലും വന്നു പോകും. ഇപ്പം ഈ പറഞ്ഞു വന്നതിൽ തന്നെ കുറേ ടോ നിങ്ങൾ കേട്ടില്ലേ. ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ വീഡിയോസിന് ലോങ്ങിനായാലും ഷോർട്സിനായാലും ഒട്ടും വ്യൂസും ലൈക്കും കമൻറ്റും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ ഒരു പിടുത്തമല്ല. എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ മീനാക്ഷി തുരങ്കപാതൻ്റെ ഇവിടെ എത്തിയിട്ട് തുരങ്കപാതൻ്റെ പണിയൊക്കെ നല്ല തകൃതമായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ വയനാട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു കേട്ടോ. ഓളെ വയനാട്ടൊക്കെ കെട്ടിച്ചത് അത് എന്തിനാണ് വയനാട്ടൊക്കെ കൊടുത്തത് അങ്ങനെയൊക്കെ ഒരു പറച്ചിലായിരുന്നു. ഇനിയിപ്പോൾ വയനാട് കാണാൻ എല്ലാവരും കൊതിക്കും, കാരണം വയനാട് ഫേമസ് ആയി. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലാണ് ഇവിടെ ഒരു മക്കാമുണ്ട്, അതിൽ പൈസ ഇട്ടുകൊണ്ട് നമ്മളങ്ങനെ കല്യാണപ്പുരയിലെത്തി. റോട്ടുമ്മൽ വന്ന് വണ്ടി ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഉമ്മാനും അനിയനും പെണ്ണുങ്ങളും എല്ലാവരെയും കാണുന്നത്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പന്തലിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. നേരെ പോയി കണ്ട് എന്തൊക്കെ ഈ പെണ്ണിനെ കണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് പിന്നെ ഇതാക്കണ ചോറിന് സീറ്റ് ഉണ്ടായപ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഉമ്മാനെ കാണുന്നില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഉമ്മ എന്താക്കിയിരിക്കണേ, ഉമ്മാനെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. പിന്നെ ഉമ്മാനെ സെലി പോയിങ്ങാണ്ട് വിളിച്ചിട്ട് കൂട്ടിയിട്ട് കൊടുന്നു. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും നല്ല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ തിന്നണത്. പിന്നെ ഉമ്മ തിന്നണത് പിന്നെ വെറും ചോറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതാ ചിക്കൻ ബിരിയാണിയും നല്ല സാലഡും അച്ചാറൊക്കെ കിട്ടിയിരിക്കണം. ഉമ്മാക്ക് ഇതാക്കണം വെറും ചോറ് കൊണ്ടുവന്നങ്ങാണ്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വെറും ചോർക്ക് എന്ന് പറഞ്ഞാൽ മീൻകറിയും സാമ്പാറും പിന്നെ അവിയലും പയറുപ്പേരിയും അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ കല്യാണത്തിന് പോയോടത്തൊന്നും അങ്ങനെ ഒരുപാട് കറിയും കൂട്ടാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ വെറും ചോറിന്. അങ്ങനെ ഇതാക്കണേ പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി കുറേ നേരം അവിടെ നിന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇതാ പോകുന്ന വഴിയിൽ നമുക്ക് ഇതാക്കണം ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മളെ പുത്തുമലയാണ്. അന്നേരം അവിടെ നിന്ന് ഐസ്ക്രീം കണ്ടപ്പോൾ എന്താക്കി ഞങ്ങളെല്ലാവരും ഐസ്ക്രീം വാങ്ങിയിട്ട് അങ്ങനെ തിന്നിട്ട് ലാസിൻ്റെ മാംഗോ ബെയർ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐസ്ക്രീം തിന്നിട്ട് ആകെ ഡ്രസ്സിലൊക്കെ ഒറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാക്കണം നമ്മൾ നേരെ വന്നത് ഇവിടെ പുത്തുമല നമ്മളെ വീട് തന്നെയാണ് ഇട്ടത്. നമ്മളെ നേരെ താഴെയുള്ള അനിയൻ്റെ വീടായിരുന്നു കേട്ടോ. ഇപ്പം ഇതിലൊന്നും താമസിക്കാനൊന്നും പറ്റില്ല. നമ്മൾ 2019 പ്രളയം നടന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കാറുണ്ട് കേട്ടോ. ഉമ്മയും അനിയനും അതേപോലെ എൻ്റെ മാപ്പിളയൊക്കെ വന്ന് നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീടൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സങ്കടം തോന്നിട്ട്, കാരണം നല്ലൊരു വീടായിരുന്നു. ഈ വീടിൻ്റെ നേരെ മുന്നിലാണ് റോഡുള്ളത്, അതിൻ്റെ നേരെ അപ്പുറത്താണ് പിന്നെ പള്ളി ഉണ്ടായിരുന്നത്. ഇപ്പോൾ പള്ളിയും ഇല്ല, അമ്പലവും ഇല്ല, വീടുകളും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ എല്ലാതും പോയി. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല മാങ്ങ ഉണ്ടായിക്കണം കേട്ടോ. അപ്പോൾ അത് വലിയ മാങ്ങയായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചു. പൊന്നൂൻ്റെ ഡ്രസ്സിൽ പറ്റി പിടിക്കണ കായ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. മരത്തിൽ തൂങ്ങി കിടക്കണേ വള്ളിമൊന്ന് ആടിയൊക്കെയല്ലോ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ചുമ്മാ പറയുന്ന ആടി വെക്കിയെന്ന് കേട്ടോ. പിന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ എന്തൊക്കെ ആടിയില്ല കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഇവിടുന്ന് പഞ്ചാരക്കായ ഉണ്ടല്ലോ അതൊക്കെ പറിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരത്തമ്മ കയറിയിട്ടാണ് പറിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ അവിടുന്ന് ഞങ്ങളങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഇതാക്കണ് ബോച്ചൻ്റെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഫ്രീ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് അതിനകത്തുനിന്ന് കയറി നോക്കിയിട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണാട്ടോ. അപ്പോൾ എന്താ ഇതിൻ്റെ അകത്തുനിന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറി നോക്കിയതായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. അങ്ങനെ ഞാൻ കണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് പോരുന്ന വഴിയിൽ സ്പ്രൈറ്റും ലേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ പോന്നു. ഇനിയിപ്പോൾ ഇതാക്കണ ഉമ്മാനെയും ഷെറീനെയൊക്കെ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലേക്കൊന്ന് പോകണം കേട്ടോ. അങ്ങനെ ഇതാക്കണം ഓരോ വീട്ടിൽ നമ്മളെത്തിട്ടോ. മക്കൾ ഇതാക്കണം ഇവിടെ ഇങ്ങനെ വണ്ടിമേ കയറിങ്ങാണ്ടൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. പൊന്നൂസും സച്ചുമോനും ഇവിടെ ഇങ്ങനെ വണ്ടിമേ കളിക്കുന്നുണ്ട്. പിന്നെ റിച്ചുമോന് പുത്തുമല പോയ സമയത്ത് റിച്ചുവിൻ്റെ കാലുമേ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം ചോര വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പാൻറ്റിലും സോക്സിലും വണ്ടിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇതാ ഓന് കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കഴുകി വന്നാൽ ചോര അങ്ങനെ ഇങ്ങനെ നിൽക്കൂല കേട്ടോ. ചോര വന്നുകൊണ്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ കുട്ടികൾ ഇതാക്കണം ഇവിടെ കുറേ നേരം ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ റിച്ചുമോൻ ഇവിടെ അങ്ങനെ കഴുകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പേപ്പറൊക്കെ ഒന്ന് വെച്ച് ഒട്ടിക്കാൻ കേട്ടോ, എന്നാലാണ് ഇപ്പോൾ ചോര ഒന്ന് നിൽക്കുള്ളേ. അങ്ങനെ ഇവിടെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ആ സമയത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ചാറ്റൽ മഴ നമ്മൾ മേലേക്ക് തട്ടിയപ്പോൾ ഞങ്ങൾ എന്താക്കി, പിന്നെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അകത്തേക്ക് കയറിപ്പോയപ്പോൾ പിന്നെ എന്താക്കി, പിന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാപ്പിയും അച്ചപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ആ കുട്ടികളിവിടെ അങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ മഴ ചോർന്നപ്പോൾ ഞങ്ങൾ എന്താക്കി, വേഗം പിന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നെ റോട്ടുമ്പോൾ വന്ന് കണ്ട് വണ്ടി നിർത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് കുറച്ച് നടന്ന് പോണേ. അന്നേരം ഇതാക്കണം, ഇവിടെയൊക്കെ മഴ പെയ്തിക്കണം കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചപ്പോൾ ഒന്നും മഴ പെയ്തിട്ടില്ലാന്ന്. അപ്പോൾ നമ്മൾ പോണ വഴിയിലൊക്കെ ഇതാക്കണം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. കവറിൽ ഓള് മാങ്ങ തന്നതായിരുന്നു കേട്ടോ. നമ്മളവിടുന്ന് പറിച്ച മാങ്ങ ഉണ്ടായിരുന്നു. കുറച്ച് ഓളും എടുത്തു, കുറച്ച് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ കൊണ്ടുപോകണത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീടിൻ്റെ അവിടെ എത്താനായി. പിന്നെ കല്യാണത്തിന് പോയ വിശേഷം പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ പോയി അത്യാവശ്യം നല്ല എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകളൊന്നും നമ്മൾ അറിയത്തില്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ പോന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ഒന്നാമത് ഫോട്ടോസൊന്നും പിന്നെ അധികം എടുത്തില്ല. എന്തായാലും പിന്നെ അവിടുന്ന് അങ്ങനെ പോവുകയും ചെയ്തു. അപ്പോൾ ഏതായാലും കല്യാണത്തിന് പോയ വിശേഷങ്ങളും പുത്തുമല പോയ വിശേഷങ്ങളും പിന്നെ അനിയൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയാണ് ഇന്നത്തത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും സപ്പോർട്ടാക്കുക. താങ്ക്